എല്ലാവർക്കും കഥകളെല്ലാം ഇഷ്ടമാണല്ലേ. നമുക്കൊന്നൊരു മൺവെട്ടുകാരൻ്റെ കഥ കേട്ടാലോ? കേൾക്കും ചെയ്യാം, കാണും ചെയ്യാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് കഥയിലോട്ട് പോവാം. ഞങ്ങൾ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഉണ്ടാവും, ക്ഷമിക്കണേ. നമ്മൾക്ക് കഥയിലോട്ട് പണ്ട് ഒരു മരവെട്ടംകാരനുണ്ട്. അയാൾ പാവം, അച്ഛനും അമ്മയും ഇല്ല, വീടുമില്ലായിരുന്നു. ഈ മരത്തിൽ നിന്ന് കടന്നാണ് അയാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു അവർ. എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിച്ചു. അവരെല്ലാവരും സന്തോഷത്തില്ല. പക്ഷെ അവർക്ക് വീടില്ല, ഭക്ഷണമില്ല, എന്തുമില്ല. അപ്പോൾ നമ്മൾ ഒരു ഈ ഭാര്യയുടെ ജോലിയാണ് മൺവെട്ടുക. അതിന് വലിയ കൂലിയൊന്നുമില്ല, പക്ഷെ എന്നാലും ചെയ്യും ഭർത്താവിന് വേണ്ടി. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയൊരു വീട് ഞാൻ കാണിച്ചു തരാം. അത് വീടെന്ന് പറയാൻ പറ്റില്ല, ചെറിയ കുടിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ കാണിച്ചത്. ഇങ്ങനെ ഒരു പ്ലേസും പിന്നെ ഇന്നലെ കമ്പിയും ഇന്നത്തെ പണി സാധനങ്ങളുമായിരുന്നു അവരുടെ വീട്ടിലുള്ളത്. അതിലില്ല, ഇല്ല, അവർക്ക് അതൊന്നൊരു വിഷയമല്ല. കാരണം അവർക്ക് ജീവിക്കാൻ ഒരു കുടിൽ, തിന്നാൻ ഭക്ഷണം, ജീവിക്കാൻ അങ്ങനെയായിരുന്നു അവർക്ക് എന്തോ നിധി എന്ന് വിചാരിച്ച് അവരെന്തോ കുഴിക്കിരുന്നു. അവർ കുഴിക്കുന്നു. നമുക്ക് അവർ കുഴിക്കുന്നു. പക്ഷെ അവരുടെ കുട്ടി എന്നും എനിക്ക് സ്കൂളിൽ പോകണം. പക്ഷെ അവരിലേക്ക് കണ്ടോ, പക്ഷെ അവർക്ക് അതിനുള്ള പൈസ ഇല്ല. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം അവസാനം ആ കുട്ടിയെ സ്കൂളിലാക്കി. എന്താ ന്യൂ അഡ്മിഷൻ അല്ലേ? ശരി, ഓക്കെ. എന്നിട്ട് അവർ സന്തോഷത്തോടെ ജോലിയും എല്ലാം എടുക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഭാര്യയ്ക്ക് നല്ല സങ്കടമായി, കുഞ്ഞിനും. പക്ഷെ അവൻ നല്ല ഇതാക്കുന്നു. അപ്പോൾ മരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൾ അവനെ പ്രാർത്ഥിച്ചു, അവന് വേണ്ടി. എന്നിട്ട് അവളെന്നും കരയുമായിരുന്നു ഭർത്താവിനെ ആലോചിച്ചിട്ട്. പക്ഷെ അവൾക്ക് ജീവിക്കാൻ വേണ്ടി പണി ചെയ്യണമായിരുന്നു. കുഞ്ഞും പണി ചെയ്യും. ഇപ്പം സ്കൂളും നിർത്തി കുഞ്ഞ്. അവർക്ക് തിന്നാനും ഒന്നുമില്ല. ആ കുടിലാണ് കാറ്റത്ത് പൊട്ടി. അപ്പോൾ അവർ ഈ കുഴിയിൽ ജീവിക്കുന്നു. അവർ തിന്നൊന്നുമില്ല, തിന്നടുത്തരും മണ്ണാണ് അവർ തിന്നുന്നത്. ഇതാണ് കർഷകൻ്റെ ജീവിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോകൾക്ക് സബ്ബും ചെയ്യുക.